നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറെ പ്രാർത്ഥനയോടെ തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി തീരുമാറാകട്ടെ. സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗം നമുക്ക് വളരെ പരിചിതമായ സങ്കീർത്തന ഭാഗമാണ്. അതിലെ വാക്യങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ്. ഞാൻ ആ ഭാഗത്ത് നല്ല ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് മറ്റൊരു തിരുവചന ഭാഗത്ത് നിന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എങ്കിലും അതിനകത്ത് ഒരു വാക്യം വായിച്ചിട്ട് 1-2 മിനിറ്റുകൾ കൊണ്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് അടുത്ത തിരുവചന ഭാഗത്തേക്ക് പ്രധാനമായിട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. മതി. സ്തോത്രം. ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ഓർത്തിരിക്കുന്നു. നാളെ ഓർക്കുമെന്നല്ല, ദൈവം നമ്മെ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുകയാണ്? ഓർത്തിരിക്കുക. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ഇതൊരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ ഞായറാഴ്ചയാണ്. അപ്പം ഈ മാസം ദൈവം നമ്മെ ഓർക്കുന്ന മാസമാണെന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടുമാണ്. ഈ മാസം ദൈവം നമ്മെ ഓർക്കുന്ന മാസം. കഴിഞ്ഞ മാസം ഓർത്തില്ലേ? ഓർത്തോ? കഴിഞ്ഞ മാസം നമ്മൾ ഓർത്തോണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ മാസമല്ല, നമ്മുടെ ജനനം മുതൽ ഇതുവരെയും ദൈവം നമ്മെ എന്ത് ചെയ്തു? ഓർത്തു. സ്തോത്രം. ആ ഓർത്ത ദൈവം നമ്മെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇവിടെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ താഴെ ഒരു വാക്യമുണ്ട്, 15-ാമത്തെ വാക്യം: ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. എഫേസ്യ ലേഖനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവേശുവിൽ നമ്മെ പിതാവായ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അനുഗ്രഹിച്ചിരിക്കുക. അതിൽ വലിയൊരു അനുഗ്രഹമില്ല പ്രിയമുള്ളവർ. ആത്മീയ അനുഗ്രഹമാണ്. പഴയ നിയമത്തിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഭൗതികതയായിരുന്നു അനുഗ്രഹമെങ്കിൽ, പുതിയ നിയമത്തിലെ കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിയമ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നത് ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മെ ക്രിസ്തുവേശുവിൽ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അനുഗ്രഹിച്ചിരിക്കുക. അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ദൈവം എല്ലായ്പ്പോഴും നമ്മെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓർത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മാസം മാത്രമല്ല, നമ്മെ ജീവിതത്തിലെ എല്ലാ കാലത്തും. ഇന്നലകളിൽ നമ്മെ ഓർത്തെങ്കിൽ ഇന്ന് നമ്മെ ഓർക്കുന്നെങ്കിൽ നാളെയും ആ കർത്താവ് നമ്മെ ഓർക്കും. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എല്ലാ കാലത്തും അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം: യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. മതി. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവീൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. ഈ വായിച്ച തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒരു വാക്കിൽ പറഞ്ഞ് ഞാൻ ആ വാക്യത്തിലേക്ക്, അതിനകത്ത് എല്ലാ ഭാഗം പറയാൻ സമയമില്ല, അതിനകത്ത് ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ പ്രസ്താവന നടത്തുന്നത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദാണ്. ആ പ്രസ്താവന നടത്താൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പെട്ടകം താന് കൊണ്ടുവന്ന് അതിനുവേണ്ടി അടിച്ചിരുന്ന പ്രത്യേക സ്ഥലത്ത്, അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക സ്ഥലത്ത് വെച്ചതിന് ശേഷം അത് ഒരു ക്രമീകരണമൊക്കെ ചെയ്ത് താൻ ജനത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ വായിപ്പാനിടയായി തീർന്നത്. 16-ാമത്തെ അധ്യായം ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ആദ്യത്തെ വാക്യം, ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് എന്ത് ചെയ്തു? വെച്ചു. പിന്നെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും എന്ത് ചെയ്തു? കഴിച്ചു.
ദാവീദ് ഹോമയാഗവും സമാധാന യാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. സ്തോത്രം. ജനമെല്ലാം വീടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പെട്ടകം ചുമ്മാതെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, അല്ലേ? ചുമ്മാതെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ആ പെട്ടകത്തിൽ ഇറങ്ങി വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ്. ഇതൊരു മരപ്പെട്ടിയാണ്, അല്ലേ? മരപ്പെട്ടിയല്ല, മരപ്പെട്ടിയാണ്, അല്ലേ? കതിരമരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 2.5 മുഴം നീളവും 1.5 മുഴം വീതി 1.5 മുഴം ഉയരവും ഒക്കെ ഉള്ളതായ ഒരു പെട്ടിയായി സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ആ കൃപാസനം. അപ്പോൾ അത് പൊന്നുകൊണ്ടൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ അലങ്കരിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. പക്ഷേ അതിന് അക്ഷരികമായ നിലയിൽ ആ ഒരു പെട്ടിക്ക് പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഇറങ്ങി വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിനാണ് പ്രത്യേകത, അല്ലേ? അതിനകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ട്, മന്ന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്, അതുപോലെ അഹരോൻ്റെ തളിർത്ത വടിയുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ പ്രസംഗം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിചാരം. അതിനകത്ത് ഏറ്റവും പ്രധാനം ദൈവം ആദ്യമേ അതിനകത്ത് വെക്കാൻ കൽപ്പിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം അതിനകത്തുള്ളിടത്തോളം കാലം അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യുകയാണ്? ഇറങ്ങി വസിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പെട്ടി അത്ര പ്രാധാന്യമുള്ളതായി തീരുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ഒരനുഭവം. അതുകൊണ്ട് 4-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ വായിക്കുന്നത് വെറുതെ ഇത് കൊണ്ടുവച്ചിട്ട് അവരുടെ വഴിയിൽ പോവുകയല്ല, അതിൻ്റെ മുമ്പിൽ ദൈവത്തെ നിരന്തരം ആരാധിക്കാൻ, നിരന്തരം അതിനെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു ക്രമീകരണം ആര് ചെയ്യുകയാണ്? ദാവീദ് ചെയ്യുകയാണ്. 4-ാമത്, അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്തു? നിയമിച്ചു. ഓക്കെ, ഈ ദൈവത്തിന്റെ മുമ്പിൽ നിരന്തരം കീർത്തനവും വന്ദനവും സ്തോത്രവും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ദൈവത്തെ എല്ലായ്പ്പോഴും വെറുതെ ഒരു പെട്ടി കൊണ്ടുവന്ന് അവിടെ വെച്ച് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയല്ല, ആ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നിരന്തരം കൊടുക്കാൻ ഒരു ക്രമീകരണം എന്ത് ചെയ്യുകയാണ്? അവിടെ ചെയ്യുകയാണ്. അവിടെ ചെയ്തിട്ട് ആ താഴോട്ടുള്ള വാക്യങ്ങൾ അങ്ങനെ ഒരു ക്രമീകരണമൊക്കെ ചെയ്തിട്ട് ദാവീദ് ജനത്തെ ആഹ്വാനം ചെയ്യുന്ന ഭാഗങ്ങളാണ് 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. 7, 8, 9, 10 താഴോട്ടുള്ള എല്ലാ വാക്യങ്ങളും ജനത്തെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാം വായിച്ചത്. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. സ്തോത്രം. അതിനു മുമ്പ് 15-ാമത്തെ അധ്യായത്തിൽ ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ, ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായ്കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിൻ്റെ ശക്തിയെ തേടുക, ദൈവത്തിൻ്റെ മുഖം എന്ത് ചെയ്യുക? അന്വേഷിക്കുക. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഈ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കും. തനിക്ക് മുമ്പുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവ് എന്ന് പറയുന്നത് ശൗലായിരുന്നു. ആ ശൗല് പ്രാരംഭത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിലും പിന്നത്തേതിൽ അവൻ്റെ രീതികൾക്ക് വ്യത്യാസമുണ്ട്. ദൈവത്തെ ഗ്രാജുവലായിട്ട് ആര് മറന്നു? ശൗല് മറന്നു. ദൈവത്തെ തേടേണ്ടുന്ന സമയത്ത് അവൻ തേടിയത് 23-ാമത് 1 ശമൂവേലിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. 15-ാമത്തെ വാക്യം, തന്റെ ജീവനെ തേടി ശൗൽ എന്ത് ചെയ്തിരിക്കുന്നു? ആരുടെ ജീവനെ തേടി? ദാവീദിന്റെ ജീവനെ തേടി ആര് പുറപ്പെട്ടു? ശൗൽ പുറപ്പെട്ടു. ദൈവത്തെ തേടേണ്ടുന്ന, ദൈവത്തിന്റെ ശക്തിയെ തേടേണ്ടുന്ന ശൗല് തേടിയത് മുഴുവനും ആരുടെ ജീവൻ അപഹരിക്കാനാ?
ദാവീദിന്റെ ജീവൻ അപഹരിക്കുവാൻ ദാവീദിന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽ വേളയിൽ ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ശൗൽ ദാവീദിന്റെ ജീവനെ തേടി പുറപ്പെട്ടു എങ്കിൽ ആരുടെ ജീവൻ തന്നെ നഷ്ടമായി? ശൗലിന്റെ ജീവൻ തന്നെ ഹല്ലേലൂയ നഷ്ടമാകാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽ വേളയിൽ ഈ അനുഭവത്തിലാണ് ദാവീദ് ജനത്തോട് പറയുന്നത്, നിങ്ങൾ ആരെ തേടുന്നവരായിരിക്കണം? യഹോവയെ തേടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ അവന്റെ ശക്തിയെ തേടുന്നവരായിരിക്കണം. അവന്റെ മുഖം നിങ്ങൾ നിരന്തരം എന്ത് ചെയ്യുന്നവരായിരിക്കണം? അന്വേഷിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽ വേളയിൽ ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കുക, അതിനകത്ത് ഒറ്റ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരികയാണ്. അതിനകത്ത് ഇടയ്ക്കുള്ള ഭാഗം, അവന്റെ ശക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? തേടണം. അവന്റെ ശക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? തേടണം. നമ്മുടെ എല്ലാവർക്കുമുള്ള ഒരു ദൈവികമായ ആഹ്വാനമാണ്, നമ്മളെല്ലാവരും ആരുടെ ശക്തിയെ തേടുന്നവരായിരിക്കണം? ദൈവത്തിന്റെ ശക്തിയെ തേടുന്നവർ ആയിരിക്കണം. ആ ശക്തിയെക്കുറിച്ച് ദൈവം തമ്പുരാൻ ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കെല്ലാവർക്കും ആ വാക്യം അറിയാം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അവനോട് പറയുകയാണ്, ഞാൻ ആരാണ്? സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തിയുള്ളവനായ ദൈവമാണ്. ഇന്ന് പകൽ വേളയിൽ ആ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. നീ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരനല്ല ഞാൻ. പ്രത്യുത ഞാൻ സർവശക്തിയുള്ളവനായ ദൈവമാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ മക്കളും ഓർക്കണം, ഈ ലോകത്തിലെ ഏത് ശക്തിയേക്കാൾ വലിയ ശക്തിയുള്ള ഒരുവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ആ പദം തന്നെ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ, അബ്രഹാമേ, നിന്റെ കാഴ്ചപ്പാടിൽ പലതും അസാധ്യമെന്ന് നിനക്ക് തോന്നിയാലും ഞാൻ ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. നീ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരുവനല്ല, ഞാൻ സർവശക്തി ഉള്ളവനായ ദൈവമാണ്. അതുകൊണ്ട് നീ ഒറ്റ ഒരു കാര്യം ചെയ്യുക. അതുകൊണ്ട് ആ പ്രായമൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് 99 വയസ്സുള്ളപ്പോൾ അബ്രഹാമിൻ്റെ എല്ലാ പ്രതീക്ഷകളും മങ്ങിയ സ്ഥാനത്ത് നിന്നാണ് തമ്പുരാൻ പറയുന്നത്, ഞാൻ ആരാണെന്നറിയാമോ? നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല, എനിക്കെല്ലാം കഴിയും, അതിനുള്ള ശക്തി എൻ്റെ പക്കലുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. 2-ാമത്തെ വാക്യം, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിട്ട് ഇരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. നീ ഒറ്റ ഒരു കാര്യം ചെയ്യ്, എന്റെ മുമ്പാകെ നീ നടന്ന് എന്ത് ചെയ്യണം? നിഷ്കളങ്കനായിട്ട് ഇരിക്കണം. ഈ വാക്ക് കേട്ടപ്പോൾ അബ്രഹാം ആരുടെ മുമ്പിൽ കവണ് വീണു? ദൈവത്തിന്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യുകയാണ്? ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവമക്കളെ, ശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ വീഴാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറായാൽ അവൻ തൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ കഴിവുള്ളവനായ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തമ്പുരാൻ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൽ തൻ്റെ ശക്തി അവൻ വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് വിചാരിച്ചതായ ആ അനുഭവത്തിൽ ദൈവം തൻ്റെ ശക്തി ഒരു തലമുറയെ കൊടുത്തുകൊണ്ട് തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ചെങ്കടലിനെ വിഭാഗിക്കുന്നതിൽ ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ, അഹരോന്റെ വടിയെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അഹരോന്റെ വടിയെ തളിർപ്പിച്ച് പൂപ്പിച്ച് അതിൽ നിന്ന് ബദാം ഫലം ഒറ്റ രാത്രി കൊണ്ട് കായ്പിച്ചതിൽ ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോർദാനെ വിഭാഗിക്കുന്നതിൽ അവൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി. യെരിഹോവിനെ ഹല്ലേലൂയ ഒരു നിമിഷം കൊണ്ട് തകർക്കുന്നതിൽ അവൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. ന്യായാധിപ
ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ഓരോരോ ഭക്തന്മാർക്കും ആ ശിംശോനും അതുപോലെ ഗിദെയോനും ഒക്കെ പ്രതികൂലത്തിന്റെ നടുവിൽ ശക്തി പകർന്ന് അവൻ തൻ്റെ ശക്തിയെ തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്താനിടയായി തുറന്നു. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ മാഹാത്മ്യം എത്രയോ എത്രയോ ശ്രേഷ്ഠകരമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് ഞാൻ വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാമോ? ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ച് ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്, ശ്രദ്ധിക്കണം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്, ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? നമ്മെ ആർ രക്ഷിക്കും? ആരാ ഇത് പറയുന്നത്? ഫെലിസ്ത്യരാ പറയുന്നത്. പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുമായിട്ട് ഒരു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ വലിയ ഛേദമുണ്ടായി. ഛേദമുണ്ടായപ്പോൾ ആരോ പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ നടുവിൽ വരാഞ്ഞതുകൊണ്ടാണ് ഈ വലിയ സംഹാരമുണ്ടായത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അങ്ങനെ എല്ലാവരും കൂടെ പോയി ദൈവത്തിൻ്റെ പെട്ടകം ശീലോവിൽ നിന്ന്, അന്നത്തെ ഏലി പുരോഹിതൻ്റെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും ഒക്കെ അത് ചുമന്നുകൊണ്ട് എവിടെ കൊണ്ടുവരികയാണ്? ഈ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരികയാണ്. പണ്ട് ഈ പെട്ടകവുമായിട്ട് പോയപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾക്ക് ജയവും വിടുതലും ഒക്കെ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവത്തിൻ്റെ പെട്ടകം അവരുടെ നടുവിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. ഇത് കൊണ്ടുവന്നപ്പോൾ വലിയ ആർപ്പുണ്ട്, ബഹളമുണ്ട്, വലിയ ഒച്ചപ്പാടുണ്ട്, വലിയ ഘോഷമൊക്കെ ഉണ്ട്. പക്ഷേ സ്തോത്രം, ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടപ്പോൾ ആര് ഭയപ്പെട്ടു പോയി? ഫെലിസ്ത്യർ ഭയപ്പെട്ടു പോയി. ഇസ്രായേൽ മക്കൾക്ക് ഈ പെട്ടകത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവിനേക്കാൾ കൂടുതൽ ഹല്ലേലൂയ ഫെലിസ്ത്യർക്ക് ഈ പെട്ടകത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവുണ്ട്. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ് പരിമിതമായിരിക്കുമ്പോൾ ജാതികളായ ആളുകൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മേക്കാൾ കൂടുതൽ അറിവുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. ആ ശക്തനായ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണമെന്നും എങ്ങനെ സേവിക്കണമെന്നും പലപ്പോഴും നമുക്കറിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽവേളയിൽ ഈ ദൈവത്തിൻ്റെ ശക്തിയെ ഭയപ്പെടുന്ന ഒരു ജാതീയ കൂട്ടമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽവേളയിൽ ഉണ്ടാകണം. സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ട് പറയാണ്, ഈ ശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആരെന്ത് ചെയ്യും? രക്ഷിക്കുമെന്ന് അവർ പ്രസ്താവിക്കുകയാണ്. യുദ്ധം നടന്നു, നമുക്കെല്ലാവർക്കും അറിയാം. യുദ്ധം നടന്നു. അവർ പുരുഷത്വമൊക്കെ കാണിച്ച് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ചപ്പോൾ ഈ യുദ്ധത്തിൽ ആരാ വിജയിച്ചത്? ശത്രു വിജയിച്ചു. ഹല്ലേലൂയ. ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പെട്ടകം അവരുടെ നടുവിൽ വന്നിട്ടും ഇസ്രായേൽ മക്കളിൽ ഏകദേശം 30,000 ആള് ആ യുദ്ധത്തിൽ പട്ടുപോകാൻ ഇടയാകത്തക്ക നിലയിൽ വലിയൊരു സംഹാരമുണ്ടായി. ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ദൈവത്തിന്റെ പെട്ടകം അവരുടെ നടുവിൽ വന്നിട്ടും ഇസ്രായേൽ മക്കൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. കുഴപ്പം ആരുടേതാ? പെട്ടകത്തിന്റെ കുഴപ്പമാണോ? പെട്ടകത്തിന് ശക്തിയുണ്ടോ? പറഞ്ഞേ, പെട്ടകത്തിന് ശക്തിയുണ്ടോ? ഉണ്ട്. പെട്ടകത്തിന്റെ കുഴപ്പമല്ല പ്രിയമുള്ളവരെ, കൊണ്ടുവന്നതിൻ്റെയും അതിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ അതിനെ സേവിച്ച ജനത്തിൻ്റെയും കുഴപ്പമാണ്. ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി തമ്പുരാൻ വെളിപ്പെടുത്തണമെങ്കിൽ ആ ദൈവത്തെ സേവിക്കേണ്ടുന്നത് പോലെ ഞാൻ നിങ്ങൾ സേവിച്ചാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ വെളിപ്പെടുകയുള്ളൂ എന്ന് ഇന്ന് പകൽവേളയിൽ എത്ര ദൈവത്തിൻ്റെ മക്കൾ തിരിച്ചറിയും?
എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ദൈവത്തെ സേവിക്കേണ്ടുന്നത് പോലെയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടുന്നത് പോലെയും മഹത്വപ്പെടുത്തുമ്പോഴും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളേണ്ടുന്നത് പോലെ നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സഭ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. പെട്ടകത്തിന് ഒരിക്കലും ശക്തി കുറഞ്ഞു പോയിട്ടില്ല. പെട്ടകത്തിനകത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയിട്ടുമില്ല. എന്ന പകൽവേളയിൽ നാം എങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ തേടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വേണ്ടി അവൻ്റെ ശക്തി വെളിപ്പെടുത്തണമോ വേണ്ടായോ എന്നുള്ള കാര്യം തമ്പുരാൻ തീരുമാനിക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? പ്രിയമുള്ളവരെ, അയോഗ്യമായിട്ട് ഇതിനെ സേവിച്ചാൽ, ഹല്ലേലൂയ, അയോഗ്യമായിട്ട് ഇതിനോട് അടുത്താൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ വിശുദ്ധി, ദൈവികമായ വിശുദ്ധി ഇല്ലാതെ ഇതിനോട് അടുത്താൽ, ഒരു ചടങ്ങായിട്ട്, ഒരു പ്രഹസനമായിട്ട് ഇതിനെ കണ്ടാൽ ഇന്ന് പകൽവേളയിൽ ആ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തത്തില്ല. പ്രഹസനത്തിലല്ല കാര്യം, പ്രത്യുത നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയിലാണ് കാര്യം ഇരിക്കുന്നത്. പ്രഹസനം ആർക്കും കാണിക്കാൻ കഴിയും. ഹല്ലേലൂയ. ജീവിതത്തിൽ ആ വിധത്തിൽ പുറമേയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കാണിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ പുറമേയുള്ള പ്രഹസനത്തിലല്ല എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തണമോ വേണ്ടായോ എന്ന് ദൈവം തീരുമാനിക്കുന്നത്. നമ്മുടെ അകം കാണുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് പകൽവേളയിൽ ദൈവമക്കൾക്കുണ്ടാകട്ടെ. അതുകൊണ്ട് വിശുദ്ധിയില്ലാതെ ഒരു പ്രഹസനം മാത്രം നടത്തിയ അനുഭവത്തിൽ അവരുടെ ജീവിതത്തിൽ ജയത്തിന് പകരം അവർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത്. പെട്ടകത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയത് കൊണ്ടാണോ? ഈ പെട്ടകം ആര് പിടിച്ചോണ്ട് പോയി? ഫെലിസ്ത്യരെ പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോകുമ്പോഴും പെട്ടകത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടുമ്പോൾ എൻ്റെ ദൈവത്തിന് അറിയാം എങ്ങനെ അത് തിരിച്ച് കൊണ്ടുവരാൻ. ആ പെട്ടകത്തിനകത്ത് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തിക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽവേള ആ പെട്ടകം കൊണ്ടുപോയി ഫെലിസ്ത്യർ വെച്ചത് ദാഗോന്റെ ക്ഷേത്രത്തിലാണ് വെച്ചത്. ആ രാത്രിയിൽ തന്നെ ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് എൻ്റെ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. ഇന്ന് പകൽവേളയിൽ പെട്ടകത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ ശക്തി അന്ന് രാത്രിയായപ്പോൾ ദാഗോന്റെ ക്ഷേത്രത്തിൽ ദാഗോനെ തകർക്കത്തക്ക നിലയിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ ഈ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെ തേടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എനിക്കും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാഗോന്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുപോയി വെച്ചു. പിന്നത്തേതിൽ അത് എക്രോനിലേക്ക് കൊണ്ടുപോയി. എക്രോനിൽ ഹല്ലേലൂയ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തി. അവിടെയുള്ള ആളുകളെ മൂലരോഗത്താൽ ബാധിച്ചു. അവിടെ ആ ദേശത്തെ ശൂന്യമാക്കി ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തി. അതിനുശേഷം ഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും സമാനമായ അനുഭവം ഉണ്ടായി. ഇന്ന് പകൽവേളയിൽ എവിടെയൊക്കെ ആ പെട്ടകം പോയോ അവിടെയെല്ലാം എൻ്റെ ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചുകൊണ്ട് പോയെങ്കിലും ആ പെട്ടകത്തിനകത്ത് വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അറിയാം അതിന് തിരിച്ചു വരണമെന്നുള്ളത്. ഇസ്രായേൽ ദേശത്തേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരത്തക്ക നിലയിൽ എൻ്റെ ദൈവം തന്റെ ശക്തിയെ പോയിടത്തല്ല വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആ ദൈവം തനിയെ, ജനത്തിന്റെ സാന്നിധ്യമില്ലാതെ ദൈവം തനിയെ യുദ്ധം ചെയ്ത് ദാഗോനെ തകർത്തും അവിടെയുള്ള ദേശത്തെ ശൂന്യമാക്കിയും ജനങ്ങളെ സന്ദർശിച്ച് ഈ പെട്ടകം തിരിച്ചു വിടത്തക്ക നിലയിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇതിനകത്ത് വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങൾ ആ ശക്തിയെ തിരിച്ചറിയാതെ പോകരുത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ ആ ശക്തിയെ ഞാൻ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ഈ പെട്ടകത്തിൻ്റെ ശക്തി തിരിച്ചറിയാവുന്ന ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ആണ് നീണ്ട കാലങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ഈ പെട്ടകം മടക്കി കൊണ്ടുവരത്തക്ക നിലയിൽ താൻ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ ഇടയായി തീർന്നു. കാര്യങ്ങൾ ക്രമീകരിച്ച് പെട്ടകം മടക്കി കൊണ്ടുവന്ന് അതിന് വേണ്ടി അടിച്ചിരുന്ന ഒരു കൂടാരത്തിനകത്ത് അത് വെച്ചിട്ട് ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ ശക്തിയെ തേടിയാൽ, നിങ്ങൾ ഇതിൻ്റെ ശക്തിയെ തേടിയാൽ ഇതിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും. ഇന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും തേടിയാൽ അവൻ്റെ ശക്തി നമുക്ക് അതിബലത്തോടെ അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് ഇന്ന് പകൽവേളയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ശക്തിയെ തേടേണ്ടുന്ന അനുഭവത്തിൽ തേടാൻ എത്ര ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ദൈവത്തിന്റെ മക്കളും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഈ ദിനവൃത്താന്തങ്ങളുടെ 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ യെഹോശാഫാത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും ഇവരെല്ലാവരും കൂടെ അവർക്കെതിരെ വന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനായ ഇസ്രായേൽ രാജാവായ യെഹോശാഫാത്ത് പറയുന്ന ഒരു വാചകം നമുക്ക് ശ്രദ്ധേയമാണ്. യെഹോശാഫാത്ത് പറയുന്ന ആ ഭാഗം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗ്ഗസ്ഥനായ ദൈവമല്ലോ. ഒരാളെ ശക്തിയെ തേടുക, ദൈവത്തിന്റെ ശക്തിയെ തേടുക. 3 സൈന്യങ്ങൾ ഒരുമിച്ച് വന്ന് ആക്രമിക്കാൻ ഇങ്ങനെ കയറി വരുന്ന സന്ദർഭത്തിൽ യെഹോശാഫാത്ത് എന്ത് ചെയ്യുന്നത് അറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗ്ഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെ ഭരിക്കുന്നുവല്ലോ. എന്നിട്ട് അടുത്ത് പറയും, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഇന്ന് പകൽവേളയിൽ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാതെ, ഹല്ലേലൂയ, നിന്റെ ശക്തിയിൽ നീ ആശ്രയിക്കാതെ, നിന്റെ ജ്ഞാനത്തിൽ നീ ആശ്രയിക്കാതെ, നിന്റെ ബലത്തിൽ നീ ആശ്രയിക്കാതെ, നിന്റെ കഴിവിൽ നീ ആശ്രയിക്കാതെ, ഇന്ന് പകൽവേളയിൽ ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമമുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി ആ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇന്ന് പകൽവേളയിൽ എത്ര ദൈവത്തിന് മക്കൾ തയ്യാറാകും? ഒരു വലിയ ത്രിശക്തികൾ വന്ന് അവന്റെ മുമ്പിൽ നിൽക്കുകയാ. എന്തിനാ വന്നത്? ചുമ്മാതെ വന്ന് ഹല്ലേലൂയ ഒന്ന് കണ്ടിട്ട് പോകാൻ നിൽക്കുന്നവരല്ല. പ്രത്യുത ദൈവം അവർക്ക് കൊടുത്ത അവകാശം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ അവർ വന്ന്, നീ ഞങ്ങൾക്ക് തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ ഇതാ അവർ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. ഇന്ന് പകലിൽ ഓരോ ദൈവത്തിന്റെ മക്കളും ഓർക്കണം, നമുക്ക് തമ്പുരാൻ തന്നെ ആത്മീക അവകാശങ്ങളുണ്ട്, ഭൗതിക അവകാശങ്ങളുണ്ട്, മറ്റെല്ലാ വിധത്തിലുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിൽ നിന്ന് നമ്മെ നീക്കിക്കളയുവാൻ ശത്രു വന്നു ചേരുമ്പോൾ ഒരു കാര്യം ദൈവത്തിന്റെ മക്കൾ ഓർക്കണം, നിന്റെ ജ്ഞാനം കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, നിന്റെ അറിവ് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, നിന്റെ പണത്തിന്റെ അനുഭവം കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, നിന്റെ കായിക ബലം കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ ശക്തിയെ തേടാൻ എത്ര ദൈവത്തിന്റെ മക്കൾ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ, അതുകൊണ്ട് യെഹോശാഫാത്ത് പറയുന്നത്, ദൈവമേ, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ആരുടെ പക്കലുണ്ട്? നിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് യെഹോശാഫാത്ത് പിന്നത്തേതിൽ പറയുന്നുണ്ട്, ദൈവമേ, എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ ആരിലേക്ക് ഉയർത്തും? നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ തേടേണ്ടുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ ശക്തിയെ തേടിയാൽ നിശ്ചയമായിട്ടും അവൻ തൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയെ തേടാത്തത് കൊണ്ടാണ് ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി വെളിപ്പെടാത്തത്. എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, എനിക്കൊരു ഭരണ സംവിധാനമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ വേളയിൽ എനിക്കൊരു കഴിവും ഇല്ല, എനിക്കൊരു പ്രാപ്തിയുമില്ല. എൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ ശക്തിയെ തേടുന്നു എന്ന് ആര് ദൈവത്തോട് പറയോ അവർക്ക് വേണ്ടിയ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആ യുദ്ധം ആര് ഏറ്റെടുക്കുകയാ? സർവശക്തനായ ദൈവം ഏറ്റെടുക്കുകയാ. നീ കൊള്ള
പങ്കിടാൻ ചെന്നാൽ മതി, ബാക്കിയുള്ള കാര്യം തമ്പുരാൻ ചെയ്യുമെന്ന് ഇന്ന് പകൽവേളയിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയെ തേടാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറായാൽ, ദാവീദ് രാജാവിൻ്റെ ആഹ്വാനം കേട്ട് അവൻ്റെ പിൻതലമുറക്കാർ ദൈവത്തിൻ്റെ ശക്തിയെ തേടാൻ ഇടയായി തീർന്നെങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കും ദൈവത്തിൻ്റെ ശക്തിയെ തേടാൻ ഇടയായി തീരട്ടെ. രണ്ട് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 2 ദിനവൃത്താന്തം അതിൻ്റെ 14-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, 14-ന്റെ 9-ാമത്തെ വാക്യം. അനന്തരം കൂശ്യനായ സേര 10,00,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ടു. മരേശ വരെ 11-ാമത്തെ വാക്യം വായിച്ചു. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും, നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഭാഗം, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഓക്കെ, ആസ ഇവിടെ എന്തിൽ ആശ്രയിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു ബലമുള്ള സൈന്യമുണ്ട്. സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ഞങ്ങൾ ബലഹീനരാ, പക്ഷെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കാൻ കഴിയുന്ന ഒരു സർവശക്തിയുള്ള ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ തേടേണ്ടുന്നത്. ചിലർ പ്രശ്നം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തിയെ തേടും. പക്ഷെ ആസായെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ പറഞ്ഞ ഈ പ്രിയപ്പെട്ടവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രശ്നവും പ്രതികൂലവും ഒക്കെ ഉണ്ടാകുമ്പോഴല്ല, അതിന് മുമ്പേ തന്നെ അവർ ദൈവത്തെ സേവിക്കേണ്ടുന്ന വിധത്തിൽ സേവിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ഞാനത് 1-2 വാക്കുകളിൽ ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വരട്ടെ. അതിൻ്റെ 14-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. ഓക്കെ, പ്രശ്നം വരുന്നതിന് ദീർഘകാലം മുമ്പ് ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായത് ചെയ്തു. 3-ാമത്തെ വാക്യം. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു, സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. മുഴുവനും നീക്കി, ഉടയ്ക്കേണ്ടുന്നത് മുഴുവനും എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജീവിതത്തിൽ നീക്കേണ്ടുന്ന കാര്യം പലപ്പോഴും നീക്കാൻ പറ്റുന്നില്ലെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഉടച്ചു കളയേണ്ടുന്ന പല ഭാഗങ്ങളുണ്ട്. അത് പലപ്പോഴും ഇവിടെയൊക്കെ വിഗ്രഹ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിൽ പുതിയ നിയമ കൺസെപ്റ്റിലേക്ക് ഞാൻ വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എത്ര പറഞ്ഞാലും എത്ര ദൈവം ഇടപെട്ടാലും നീക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഉടച്ചു കളയേണ്ടുന്ന പല മേഖലകളും ഉടയ്ക്കാതെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ദൈവശക്തി അന്വേഷിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ഒരു ദൈവവൈതലിന് വേണ്ടി ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ സേവിക്കേണ്ടുന്ന അനുഭവങ്ങളിൽ ദൈവത്തെ സേവിക്കുന്നവരും, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കുകയും തകർക്കേണ്ടതിനെ തകർക്കുകയും നീക്കേണ്ടുന്നവരെ നീക്കുകയും ചെയ്യുന്നവരായിരിക്കണം. വിവരിക്കാതെ മുമ്പോട്ട് പാട്ട്. 4-ാമത്തെ വാക്യം. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും എന്ത് ചെയ്തു? കൽപ്പിച്ചു. അപ്പൊ താൻ മാത്രമല്ല, രാജ്യത്തിലുള്ള സകലരും ദൈവത്തിന്റെ ന്യായപ്രമാണവും കൽപ്പനയും അനുസരിച്ച് നടക്കാൻ എന്ത് ചെയ്തു? കൽപ്പിച്ചു. അടുത്ത വാക്യം. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും, അവിടെ ഇവിടെയൊക്കെ മറഞ്ഞിരിക്കുന്ന, അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന, അവിടെ ഇവിടെയൊക്കെ അല്ലെ ഇങ്ങനെ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ തകർക്കാതെ, ഉടയ്ക്കാതെ, മാറ്റാതെ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നേ. ഇതെല്ലാം ആര് മാറ്റുകയാ? പ്രിയമുള്ള ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പൂർണ്ണമായി വെളിപ്പെടണമെങ്കിൽ
നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന, ഉടയ്ക്കാതെ വെച്ചിരിക്കുന്ന, തകർക്കാതെ വെച്ചിരിക്കുന്നതായ, നീക്കാതെ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നീക്കുമ്പോഴും, ഉടച്ചു കളയേണ്ടുന്നത് പലതും ഉടച്ചു കളയുമ്പോഴുമാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി തമ്പുരാൻ വെളിപ്പെടുന്നത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അപ്പോൾ ആസ ഇതെല്ലാം ചെയ്തപ്പോൾ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഈ അനുഭവങ്ങളൊക്കെ ദൈവം അതുകൊണ്ട് അവനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും യുദ്ധം ഇല്ലെന്നല്ല, പ്രതികൂലം ഇല്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല. അവിടെ നിനക്കൊരു വലിയ പ്രതിസന്ധി വരുമ്പോൾ അവിടെ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാ എൻ്റെ ദൈവം തൻ്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഇന്ന് പകൽവേള നമ്മുടെ ജീവിതത്തിൽ നീക്കേണ്ടുന്നത് നീക്കാതെയും ഉടയ്ക്കേണ്ടത് ഉടയ്ക്കാതെയും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കേണ്ടുന്നിടത്ത് ജീവിക്കാതെ ഇരിക്കുന്ന അനുഭവത്തിൽ നീ എത്ര ദൈവത്തിൻ്റെ ശക്തി തേടിയാലും അവൻ തൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുകയില്ല. അതുകൊണ്ട് അവൻ്റെ ശക്തിയെ ഞാനും നിങ്ങളും നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ നീക്കേണ്ടുന്ന എല്ലാം നീക്കണം. സ്വയത്തിൻ്റെ അനുഭവങ്ങൾ ഉടയ്ക്കണം. ഹല്ലേലൂയ. ദൈവഹിതത്തിന് വിരുദ്ധമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ അനുഭവങ്ങളും നീക്കി ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചാൽ നിശ്ചയമായിട്ടും അവൻ തൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ഭക്തനായ മനുഷ്യനായ ആസയ പറയേ, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ദൈവ പ്രാർത്ഥന കേട്ടോ? അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത്. അപ്പോൾ യഹോവ ആസയുടെയും ഹല്ലേലൂയ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയെന്ന്. നീ കുറഞ്ഞവനാണ്, നീ ചെറിയവനാണ്, നിനക്ക് ചെറിയൊരു സൈന്യമേ ഉള്ളൂ. അതിൻ്റെ ഇരട്ടി വലിയ ശക്തിയുമായിട്ടാണ് ശത്രു സൈന്യം നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ വേളയിൽ എൻ്റെ ദൈവം തൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, 12 വർഷം രക്തസ്രാവം പിടിച്ചു കിടന്ന സ്ത്രീയാണ്. ദൈവത്തിൻ്റെ ശക്തി അന്വേഷിക്കാൻ യേശുവിൻ്റെ പുറകെ പോയി. വിശ്വാസത്തോടുകൂടി അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി അവങ്കിൽ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു. ഇന്ന് പകൽ വേളയിൽ ശക്തനായ ദൈവത്തെ ഒന്ന് തൊടാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറായ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശക്തനായ കർത്താവിനെ ഒന്ന് തൊടാൻ ഇന്ന് പകൽ വേളയിൽ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറായാൽ ശക്തി നിന്നിലേക്ക് പുറപ്പെടും. നിന്റെ വിഷയങ്ങളിൽ ദൈവശക്തി വെളിപ്പെടുവന്നേ. നിന്റെ ഭാരമേറിയ വിഷയങ്ങളിൽ ദൈവശക്തി വെളിപ്പെടും. നാളുകളായി കൊണ്ടു നടക്കുന്ന പല വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ വേളയിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ശക്തിയെ തേടാൻ എത്ര ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകും? എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവൻ ഇവൻ ആർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്താൽ നടകൊള്ളുന്നവരിവൻ ആർ? ഇന്ന് പകൽ വേളയിൽ വസ്ത്രാലങ്കൃതനായി ശക്തിയോടെ തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്താൽ നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന ഒരുവൻ ഉണ്ട്. ആ ശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ വേളയിൽ എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും പറയാൻ കഴിയട്ടെ, ദൈവമേ, അങ്ങയുടെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. എത്ര ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പകൽ വേളയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇതിനകത്ത് ഒരു ദൈവശക്തി കാണണമെന്ന്, എൻ്റെ വിഷയത്തിൽ ഒരു ദൈവശക്തി കാണണമെന്ന്, എൻ്റെ രോഗത്തിൽ ഒരു ദൈവശക്തി കാണണമെന്ന്, എൻ്റെ പ്രതിസന്ധിയിൽ ഒരു ദൈവശക്തി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സകല ദൈവത്തിൻ്റെ മക്കളും നമ്മൾ ഓരോ കൂടിവരവുകളിലും കൂടി വരുമ്പോൾ വസ്ത്രാലങ്കൃതനായി ശക്തിയോടെ നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന അദൃശ്യനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സകല ദൈവത്തിൻ്റെ മക്കളും ആ ശക്തിയെ തൊടാതെ പോകരുത്, ആ ശക്തി അനുഭവിക്കാതെ പോകരുത്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്നും കുറഞ്ഞു പോയിട്ടില്ല. വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ആ ശക്തി എന്നും വ്യാപരിക്കും. എല്ലാ ദൈവത്തിൻ്റെ മക്കളും
പ്രിയമുള്ളവരെ, ആ ശക്തി തന്റെ ജനത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്താനാ അവൻ തന്റെ ശക്തിയുമായി നമ്മുടെ നടുവെ നടകൊള്ളുന്നത്. യഹോവയെ തേടാൻ, യഹോവയുടെ ശക്തിയെ തേടാൻ, ഹല്ലേലൂയ, അവന്റെ മുഖം അന്വേഷിക്കാൻ ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ മക്കൾ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ നിരാശയോടെ പോകേണ്ടി വരത്തില്ല, നീ ഭാരത്തോടെ പോകേണ്ടി വരത്തില്ല, നീ വേദനയോടെ മടങ്ങി പോകേണ്ടി വരത്തില്ല. ഇന്ന് പകൽവേളയിൽ അവൻ തന്റെ ശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ ദൈവമക്കളും ഇന്ന് പകൽവേളയിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യനായ കർത്താവ് ഓരോ ആരാധനയിലും ഓരോ കൊടിവരവുകളിലും നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന ആ കർത്താവിന്റെ ശക്തി ഇന്ന് പകൽവേളയിൽ നമുക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തുകയാ. പ്രിയമുള്ളവരെ, അവങ്കിൽ നിന്ന് ശക്തി പ്രാപിച്ച പത്രോസ് പോലും നടന്നു പോയപ്പോൾ പത്രോസിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ, യേശുവിന്റെ നിന്ന് ശക്തി പ്രാപിച്ച പത്രോസ് നടന്നു പോയപ്പോൾ ഹല്ലേലൂയ, അവന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ, ഇന്ന് പകൽവേള നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന അദൃശ്യനായ ശക്തനായ ആ കർത്താവിന്റെ ശക്തി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടുന്നവർക്ക് അവൻ തൻ്റെ ശക്തി വെളിപ്പെടുത്തും. അത് അന്വേഷിക്കുന്നവർക്ക് അവൻ തൻ്റെ ശക്തി അതിബലത്തോടെ ഇന്ന് പകൽവേളയിൽ വെളിപ്പെടുത്തും. അത് നിന്റെ ജീവിതത്തിൽ നേരിടുന്ന യുദ്ധങ്ങളാകട്ടെ, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളാകട്ടെ, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന രോഗങ്ങളാകട്ടെ, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാകട്ടെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായിക്കൊള്ളട്ടെ, പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിച്ചു കഴിയുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെതിരെ നിൽക്കാൻ കഴിയത്തില്ല, ആർക്കും അതിന് തടസ്സം നിൽക്കാൻ കഴിയത്തില്ല. ആ ശക്തനായ ദൈവത്തിന്റെ തിരുശക്തി. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കാം.